സാമ്പത്തിക സർവേ റിപ്പോർട്ട് നമ്മൾ കണ്ടു. പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗവും കേട്ടു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വരാനിരിക്കുന്നത് എന്ത്? കൃഷ്ണരാജ്, വരാനിരിക്കുന്നത് എന്ത് എന്നുള്ളതാണ് ബഡ്ജറ്റിലെ നമ്മുടെ പ്രപ്പോസൽസിനെ കുറിച്ചുള്ള ചർച്ച. പക്ഷേ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെ വളർച്ചാ നിരക്ക് പൊതുവെ അനുമാനിച്ചതിൽ നിന്നും കുറഞ്ഞ തോതിൽ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ നൽകുന്നത്. അതായത് 24-25 സാമ്പത്തിക വർഷത്തെ വളർച്ചാ നിരക്ക് നേരത്തെ റിസർവ് ബാങ്ക് അടക്കം ഉള്ള ഏജൻസികൾ പറഞ്ഞിരുന്നത് 7% അടുപ്പിച്ചായിരിക്കും. പക്ഷേ രണ്ടാം പാദത്തിൻ്റെ കണക്ക് വന്നപ്പോൾ 5.4% സെക്കൻഡ് ക്വാർട്ടറിലെ ഗ്രോത്ത്. അതോടുകൂടി നമ്മുടെ മൊത്തം വളർച്ചാ നിരക്ക് ഈ വർഷം 6.4 എന്നുള്ള നിലവാരത്തിൽ എത്തി നിൽക്കും. കൂടാതെ ഇക്കണോമിക് സർവേയിൽ പറയുന്നത് 25-26 കാലഘട്ടത്തിലെ വളർച്ചാ നിരക്കും 6.3 to 6.8, പരമാവധി 6.8% വളർച്ചാ നിരക്ക് എന്നുള്ളതാണ് അനുമാനം. പക്ഷെ നമുക്ക് വേണ്ടത് ഈ വികസിത ഭാരതം എന്നുള്ള സങ്കല്പം വളരെ ശക്തമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇനി അധികം കാലമില്ല, സമയമില്ല. കാരണം 22 വർഷം കഴിഞ്ഞാൽ 100 വർഷം നമ്മൾ പൂർത്തിയാക്കും സ്വതന്ത്ര ഭാരതത്തിൻ്റെ. വികസ്വര രാജ്യം എന്നുള്ള നിലവാരത്തിൽ നിന്നും എമർജിംഗ് എക്കോണമി എന്നുള്ള ഒരു സ്ഥലത്തു നിന്നും ഡെവലപ്ഡ് കൺട്രി ആയി മാറണമെന്നുണ്ടെങ്കിൽ 8% റിയൽ ടേംസിൽ വളർച്ച നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഫണ്ടമെൻ്റൽസ്, അടിസ്ഥാന കണക്കുകൾ, സമ്പദ്ഘടനയെക്കുറിച്ചുള്ള അടിസ്ഥാന കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമുക്ക് ആ വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ സാധിക്കും. കാരണം നമ്മുടെ ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലയിൽ, ഫോറിൻ ട്രേഡ് മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് GDPയുടെ 1% മാത്രമായി ചുരുങ്ങി നിൽക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ധാരാളം വരുന്നു. വിപണിയിൽ പൈസ അല്ലെങ്കിൽ കാശ് ആവശ്യത്തിനുണ്ട് എന്നുള്ള സൂചനകൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. പ്രത്യേകിച്ച് പറയേണ്ടത് കൃഷ്ണരാജ്, കഴിഞ്ഞ വർഷം, അതായത് ഈ കലണ്ടർ ഇയറിൽ ഏപ്രിൽ ടു ഡിസംബർ 2024 IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് വഴി കമ്പനികൾ സ്വരൂപിച്ച മൊത്തം കാശ് 1,50,000 കോടി അല്ലെങ്കിൽ 1,60,000 കോടി, അതിനിടയ്ക്കുള്ള ഒരു കണക്കാണ്. അപ്പം ജനങ്ങളുടെ കയ്യിൽ കാശുള്ളത് കൊണ്ടാണ് ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് വഴി കോർപ്പറേറ്റ് ഷെയർസിൽ നിക്ഷേപിക്കാനായിട്ട് ജനങ്ങൾ തയ്യാറാവുന്നത്. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയായിട്ടുള്ള 1,60,000 കോടിയായിരുന്നു. അപ്പോൾ ഈ സ്ട്രെങ്സിനെയൊക്കെ, ഈ പറയുന്ന അഡ്വാൻറ്റേജസിനെ മുൻനിർത്തിക്കൊണ്ട് ബഡ്ജറ്റ് വഴി എങ്ങനെ ഈ വളർച്ചയ്ക്ക് ആക്കം കൂട്ടാം അല്ലെങ്കിൽ വളർച്ചയ്ക്ക് വേഗത കൂട്ടാം എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൽ നാം പ്രതീക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ, കാരണം മറ്റുള്ള പാനലിസ്റ്റുണ്ട്. അടിസ്ഥാന സൗകര്യ മേഖലയിലുള്ള നിക്ഷേപം, സർക്കാർ നിക്ഷേപം വളരെ പ്രധാനമായിട്ട് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ GDPയുടെ 3.4% നമ്മൾ അതിനു വേണ്ടി നീക്കിവെച്ചു. 11,11,111 കോടി. അതിൻ്റെ മുമ്പിലത്തെ വർഷം സർക്കാർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെലവാക്കിയ തുക, നീക്കിയിരിപ്പും 10 ലക്ഷം കോടിയായിരുന്നു, ചെലവാക്കിയത് 9,50,000 കോടിയോളം രൂപ. അതിന് മുമ്പിലത്തെ വർഷം 7.5 ലക്ഷം കോടി അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി നീക്കിയിരിപ്പ് നടത്തുകയും ചെലവാക്കുകയും ചെയ്തു. അങ്ങനെ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ റോഡ്, പിന്നെ തുറമുഖം, എയർപോർട്ട്സ് മുതലായുള്ള മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ച നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് ഈ ബഡ്ജറ്റിലും നമ്മുടെ പ്രതീക്ഷ 12 ലക്ഷം കോടിയോ അല്ലെങ്കിൽ 13 ലക്ഷം കോടിയെങ്കിലും അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി നീക്കിയിരുത്തും. സ്വകാര്യ മേഖലയുടെ നിക്ഷേപം നമ്മൾ പ്രതീക്ഷിച്ച അത്ര വന്നിട്ടില്ല. അതായത് കോർപ്പറേറ്റ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ക്രൗഡിങ് ഇൻ, അതായത് സ്വകാര്യ മേഖലയുടെ നിക്ഷേപം പുതിയതായിട്ട് വരാനായിട്ട് ഉതകും എന്നുള്ള വിശ്വാസമാണ് നമുക്കുണ്ടായിരുന്നത്. പ്രതീക്ഷിച്ച രീതിയിലുള്ള സ്വകാര്യ മേഖലയുടെ നിക്ഷേപം വന്നിട്ടില്ല. ഈ വർഷം നടപ്പ് സാമ്പത്തിക വർഷം ഏതാണ്ട് കഴിഞ്ഞു. 25-26
ആ സ്വകാര്യ മേഖലയുടെ നിക്ഷേപം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന 8% വളർച്ച നിരക്ക് നമുക്ക് കൈവരിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ സമ്പദ്ഘടനയുള്ള മറ്റുള്ള എല്ലാ നേട്ടങ്ങളും നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുക. ആളോഹരി വരുമാനം വർദ്ധിക്കും, തൊഴിലവസരങ്ങൾ വർദ്ധിക്കും, നമുക്ക് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനായിട്ടുള്ള നടപടികൾ സർക്കാർ എടുക്കുന്നുണ്ട്. അത് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് നടത്തുവാൻ സാധിക്കും. ഈ അടിസ്ഥാന സൗകര്യ മേഖലയിലെ നിക്ഷേപം നടത്തുകയും 8%, 7 to 8% എന്നുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളും നമുക്കുണ്ടാവും ഈ ബഡ്ജറ്റിൽ എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനു വേണ്ടിയിട്ടുള്ള നയപരിപാടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ഈ ബഡ്ജറ്റിൽ. ശരി.